2 മാസം മുന്നേ ചോറും കറിയും വെച്ച് കൊടുത്തു വിട്ടതാണ്. 3 പാത്രം എനിക്ക് ലിതി ചേച്ചി തരാനുണ്ട്. അതുമാത്രമല്ല, ഒരു 5 വർഷം മുന്നേ ഞാൻ ഒരു യെല്ലോ കളർ സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് കേട്ട മട്ട് പോലും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമൊക്കെ വളരെ നല്ല ഓർമ്മയാണല്ലേ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും നമുക്കൊരു ഏജ് ഗ്യാപ്പ് വന്നതിന് ശേഷം പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓർമ്മ കാണുമോ എന്നുള്ളൊരു സംശയം വരുന്നത്? ഇതൊന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മക്കുറവല്ല, കൂടുതലും നമ്മുടെ പ്രയോറിറ്റിയാണ് ഇതിന് കാരണമാവുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം ഞാൻ എന്താ ഈ കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ, നമ്മൾ എന്തൊരു ഹാബിറ്റ് ശീലമാക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ന്യൂറൽ പാത്വേസ് ഇതുപോലെയാണ്. നമ്മളൊരു ഹാബിറ്റ് പുതിയതായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ വേറൊരു, അതായത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന പാത്വേ ആയിട്ട് കണക്റ്റായി വരാനായിട്ട് ഒരു 21 ദിവസം എടുക്കും. ആ 21 ദിവസം കഴിയുമ്പോൾ ഇത് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരികയും ഒരു ആക്റ്റീവായിട്ടുള്ള ചാനൽ തുടങ്ങുകയും ചെയ്യും. ഇതാണ് നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യുന്നത്. അതായത് നമുക്കിത് വേണ്ട കാര്യമാണെന്നുള്ള നമ്മുടെ ബ്രെയിൻ ഇൻഫർമേഷൻ കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് അത് ആക്റ്റീവായിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ആ പറഞ്ഞ കാര്യമൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ കീപ്പ് ചെയ്യും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുമ്പോൾ ഏജ് ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ടച്ച് വിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ന്യൂറൽ പാത്വേസ് ആണ് ടച്ച് വിട്ട് കിടക്കുന്നത്. അതിനെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു കുറച്ച് മണിക്കൂർ നമ്മൾ ലേണിങ്ങിനും സ്കില്ലിങ്ങിനുമായിട്ട് മാറ്റിവെക്കുക. പ്രോപ്പറായിട്ട് അത് ചെയ്തു വരുമ്പോൾ നമ്മുടെ ആക്റ്റീവ് ന്യൂറൽ പാത്വേ ഓൺ ആവുകയും നിങ്ങളുടെ മെമ്മറിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ മെമ്മറിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് തടസ്സം നിൽക്കുന്നത്? നമ്മുടെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും വന്ന് നിന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനോ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനോ പറ്റില്ല. വർക്കിംഗ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ പുറമേ തന്നെ വർക്ക് പ്രഷറും സ്ട്രെസ്സും അല്ലെങ്കിൽ ഡെഡ് എൻഡ്സും ഒക്കെ കാര്യങ്ങളായിട്ട് അവർ ഓട്ടത്തിലാണ്. ഇതിനിടയിൽ നമുക്കായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രയോറിറ്റൈസ് കൊടുക്കാനുള്ള ടൈം നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറാണുള്ളത്. അതിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കും. ആരും ഉറങ്ങുന്നില്ല, എന്നാൽ നമുക്ക് കൺസിഡർ ചെയ്യാം 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ബാക്കി 16 മണിക്കൂറുള്ള സമയത്തിൽ നമ്മളൊരു 2 മണിക്കൂർ പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. പഠിക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹോബി ചെയ്യാനായിട്ടാണെങ്കിലും മാറ്റിവെക്കാം. കാരണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്തിരുന്ന സ്കിൽസ് പോലും നമുക്ക് എന്ത് പറ്റും? പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അതും എഗെയിൻ നമ്മുടെ ഈ ന്യൂറൽ പാത്വേ വീക്കൺ ചെയ്യുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. സോ എപ്പോഴും സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലേണിങ്ങിനായിട്ട് ഒരു ടൈം മാറ്റി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്ത് കാര്യവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ പ്രൊഫഷണലായിട്ട് മാറാൻ പറ്റില്ല. അതിൻ്റേതായ തട്ടുമുട്ടുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ടൈം അവർ എണീറ്റ് നിൽക്കാൻ പഠിച്ച് ആദ്യത്തെ കാല് വയ്ക്കും, വീഴും, വീണ്ടും എണീറ്റ് നടക്കും, അങ്ങനെയാണ് പോകുന്നത്. സോ നമ്മൾ നമ്മളോടും കാമായിട്ടിരിക്കുക, നമ്മൾ നമുക്കും ടൈം കൊടുക്കുക. ആ ഒരു ലേണിംഗ് കർവിന് പ്രോപ്പറായിട്ടുള്ള ചാനലൈസ് ചെയ്ത് സമയം കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നു, പ്രോപ്പർ ആവുന്നില്ല, ഓർമ്മക്കുറവുണ്ടായിരിക്കാം, എന്തെങ്കിലും പ്രശ്നം വരാം. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്കതിൽ കാണാൻ പറ്റും. It's normal that when you start doing something, you will feel dumb to become wise. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക.